അരദ്ദക്കനോ നീ നിന്റെ ആരാധന എനിക്ക് വേണ്ട. കൃഷ്ണന്ത് പുരുഷപ്രേതം, പിന്നെ ആവാസവ്യൂഹം, അതുപോലത്തെ പരീക്ഷണാത്മകമായിട്ടുള്ള സിനിമകൾ സംവിധാനം ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് മസ്തിഷ്ക മരണം, എ ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ്. അതാണ് സിനിമയുടെ പേര്. ഈ പടം അതുപോലെ ഒരു പരീക്ഷണ സിനിമയാണ്. ഇതിൽ സംവിധാനം മാത്രമല്ല കേട്ടോ, പുള്ളിക്കാരെ എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആർട്ടിൽ കൈവച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് മേഖലയിൽ കൈവച്ചിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. വിവാദം എന്തൊക്കെ വന്നിരുന്നു, ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. നമ്മളെ രജിഷ വിജയൻ്റെ ഐറ്റം ഡാൻസ് ഉണ്ടെന്നുള്ളത് അത് അങ്ങനെ ഒരു ഇതല്ല, സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ചുമ്മാ ഐറ്റം ഡാൻസ് കുത്തിക്കയറ്റി എടുത്തിട്ടുള്ള സിനിമയുടെ മെയിൻ ഒരു കാര്യം അത് തന്നെയാണ്. അത് ഒഴിവാക്കാനും പറ്റൂല. അത് ക്യാരക്ടറിന് വേണ്ടി ചെയ്ത കാര്യമാണ്, അല്ലാതെ വേറെ ഒബ്ജക്റ്റിഫിക്കേഷൻ ഒന്നുമല്ല. ഓക്കെ, ഈ പടത്തിൽ ഈ സിനിമ നിങ്ങൾ ഗഗനചാരി കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ഭാവിയിൽ നടക്കുന്ന ഒരു കഥയാണ്. 2046, ഒരുപാട് കാലഘട്ടമൊന്നും പോകുന്നില്ല, 2046 നടക്കുന്ന കഥയാണ്. 2046 കൊച്ചി ആണ് കാണിക്കുന്നത്. അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് ഭയങ്കര ക്രാഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഗഗനചാരി ചെയ്തതിനേക്കാളും കൂടുതൽ ഇൻവെൻഷൻസ് ഇവർ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനം. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ സറ്റയറായിട്ട് കുറെ കാര്യങ്ങൾ സൈഡിൽ കൂടി പറഞ്ഞു പോകുന്നുണ്ട്, കാണിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ കുടുംബശ്രീയുടെ പരസ്യമുള്ള ട്രെയിൻ, അങ്ങനെയൊക്കെ കുറെ സാധനമാണ്. രണ്ടുപേരും ഇന്റർവ്യൂ എടുക്കുമ്പോൾ എന്തോന്ന് ടു ആന്തോറിയംസ് എന്ന് അങ്ങനെ എന്താണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ശാന്തിയുള്ള ദിനേശ്, ആറാട്ടൻ, അവരെയൊക്കെ നിരത്തി പറക്കി ഊക്കി. അതുപോലെ കുറേ ഊക്കുകൾ, ഇപ്പോൾ കാലഘട്ടത്തിലുള്ള ഊക്കുകൾ ഭാവിയിൽ വെച്ച് റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഇവർ ചെയ്തു പോയിട്ടുണ്ട്. അത് മറ്റേ ഗഗനചാരി പോലെ ചെറിയ ക്യാൻവാസ് അല്ല, വളരെ വലിയ ക്യാൻവാസിൽ ഒക്കെ കുറേ എ ആണ്. പക്ഷേ എ ആണെങ്കിലും അത് സിനിമയുടെ സിങ്ക് ആയിട്ട് നന്നായിട്ട് പോയിട്ടുണ്ട്. അത് ഭയങ്കര ബ്രില്യൻറ്റ് വർക്കായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ ഒരു പ്ലസ് തുടക്കത്തിൽ എനിക്ക് ഫീൽ ചെയ്തത്, ആ കാലഘട്ടത്തിൽ ആൾക്കാർ സംസാരിക്കുമ്പം നമുക്ക് അസാധാരണമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളും ഒക്കെയാണ് അവരവിടെ സംസാരിക്കുന്നത്. പക്ഷേ ആ ക്യാരക്ടേഴ്സ് അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യം പോലും ചുമ്മാ കാഷ്വലായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട് ഇതിൽ സിനിമയിലുള്ള അഭിനേതാക്കൾ. അതെനിക്ക് ഭയങ്കര രസമായിരുന്നു. നമുക്കല്ലേ അത് പരിചയമില്ല, പക്ഷെ അവർക്ക് കുഴപ്പമില്ല. അത് എല്ലാവർക്കും അപ്പോൾ ഒരു വ്യത്യസ്തതയുണ്ട് ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുന്നത്. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ എല്ലാവരും നന്നായിട്ട് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി നിരഞ്ജൻ, പുള്ളിയാണ് സെൻട്രൽ ക്യാരക്ടർ. നിരഞ്ജൻ നെപ്പ ആണെങ്കിൽ കൂടെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഗംഭീര നടനാണെന്നുള്ളത്. പല സിനിമയിലും അത് തോന്നിയിട്ടുണ്ട്. പടങ്ങളൊക്കെ ഒരു മൂട്ട പടങ്ങൾ സെലക്ട് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ, പക്ഷേ അല്ലെങ്കിൽ നല്ലൊരു അഭിനേതാവാണ്. അങ്ങനെ നിരഞ്ജൻ ഒരുപാട് പേര് നല്ല രീതിയിൽ കുറേ ഹ്യൂമർ വർക്കൗട്ടായി സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ തന്നെ മറ്റേ സുരേഷ് കൃഷ്ണ വരുമ്പോൾ പുള്ളിയുടേതായിട്ടുള്ള പരിപാടികൾ കുറേ ഉണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ഫാൻറ്റസി പരിപാടിയുണ്ട്. ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ മറ്റേ സിനിമയ്ക്കുള്ള ഫാൻറ്റസി ഇല്ല, ആൾക്കാരുടെ ചിന്തകളുണ്ടല്ലോ. ഇപ്പോൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന രീതികളും മാറി വരുന്നുണ്ട്. പണ്ട് ബുക്കുകളായിരുന്നു, പിന്നെ അത് മാറി കാസറ്റായി, പിന്നെ മാറി CD ആയി, പിന്നെ പെൻഡ്രൈവുകളായി, നെറ്റായി, വീഡിയോ കോളായി, എന്തൊക്കെയോ ആയിട്ട് VR ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് കാലഘട്ടം മാറുന്നതനുസരിച്ച് അതിനും വ്യത്യാസങ്ങൾ വരും. അത് ഒരു ഇൻവെൻഷൻ അവർ നടത്തിയിട്ടുണ്ട്. അതിന്റെ മെയിൻ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. ആ ഒരു എഴുത്തൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. പിന്നെ സിനിമയുടെ കൂടെ ഒരു സാധനം, ഒരു ഗെയിം, ഒരു പുതിയ രീതിയിൽ കളിക്കുന്ന ഗെയിം പരിപാടി, അതിലോട്ട് പടം ഇറങ്ങുന്നു. ഒരു സൈഡിൽ കൂടി ഗെയിമിന്റെ ഒരു സ്റ്റോറി, പുറത്തുള്ള സ്റ്റോറി, ഒരു ക്രൈം, പോലീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ബ്ലാക്ക് ഹ്യൂമറിലോട്ട് പടം പോവുകയാണ്. അവിടെയൊക്കെ ഭയങ്കര രസമായിരുന്നു സിനിമ. അല്ല, ഡയലോഗിനിടയിൽ നമ്മൾ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഹ്യൂമർ എലമെന്റ്സ് സിനിമയിലുണ്ട്, കൗണ്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് വലിയ കിടിലായിട്ട് എനിക്ക് പോയി. അതും എല്ലാവർക്കും വർക്കാവണമെന്നില്ല. ഇപ്പൊ ഗഗനചാരിയൊക്കെ ഒരു ആവറേജ് ആയിട്ട് പോലും കാണാൻ പറ്റാത്തവര് ഈ വഴിക്കേ പോകണ്ട, അങ്ങനെ നിങ്ങൾക്കുള്ള സാധനമല്ല ഇത്. പക്ഷെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര രസമായിട്ട്, ഭയങ്കര ക്രാഫ്റ്റ് ആയിട്ട്, ബ്രില്യൻ്റ് ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് പോയ ദിവ്യപ്രഭ വന്ന് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഓവർ ആക്ടിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. ഇതെന്താ ഇത് നെഗറ്റീവ് അടിച്ച് ദിവ്യപ്രഭ. പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ അങ്ങോട്ട് സിനിമ മൊത്തം നാടകീയമായിട്ട് പടം മുന്നോട്ട്. ഇടയ്ക്ക് കുറച്ച് കൗണ്ടർ കോമഡീസ് ഉണ്ട്, പക്ഷെ സിനിമ മൊത്തം ഒരു ആർട്ടിഫിഷ്യൽ നാടകം. എന്താ സംഭവം എനിക്ക് അങ്ങോട്ട് കിട്ടണില്ല, പരിപാടി കിട്ടണില്ല. വെറുപ്പിക്കലായി കാട്ടവരാതൊക്കെ ആയിട്ട് മാറി അങ്ങനെ ഫീൽ ചെയ്യുന്നു. പിന്നെ ജഗദീഷൊക്കെ വന്ന് കുറച്ച് കോമഡി ഉണ്ട്. ഇങ്ങനെ പോയിട്ട് രജിഷ വിജയം എന്ന് വന്നു. പിന്നെ ഒരു സീൻ കണ്ടപ്പം ഇത് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പോലത്തെ ഒരു പരിപാടിയുണ്ട്. ഒരു സീൻ കണ്ടപ്പോൾ കറക്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് കോളേജിലെ പിള്ളേർ മോണോ ആക്ട് കാണിക്കില്ല, സ്കൂളിലെ സ്റ്റേജിലിരുന്ന് മോണോ ആക്ട് പെർഫോം ചെയ്യുമ്പോൾ രജിഷ വിജയൻ നിന്ന് അഭിനയിക്കണം. അങ്ങനെയാണ്, ആ രീതിയിലാണ് ഫീൽ ചെയ്യണത്. ഇടയിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം സിനിമയിലുള്ള ഒരു കഥാപാത്രം സെയിം ഡയലോഗ്, എനിക്ക് എന്താണോ മനസ്സിൽ തോന്നിയത്, ഈ സിനിമ കാണുമ്പോൾ പലർക്കും തോന്നാം, ആ മനസ്സിൽ തോന്നിയ കാര്യം അതുപോലെ ആ കഥാപാത്രം പറയാനുണ്ട്. ഇത് കാണാൻ മോണോ ആക്ട് പോലെ ഇരിക്കുന്നുണ്ടെന്ന്.
അപ്പോഴേക്കും സിനിമ ഒരു സറ്റയർ, ഒരു ആക്ഷേപഹാസ്യ മോഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവർക്കത് മനസ്സിലായി, അത് മോണോ ആക്ട് പോലെയാണ് അവർ പ്രസന്റ് ചെയ്തിരുന്നത്. അപ്പം കൃഷ്ണന്ത് മണ്ടനല്ല, അയാൾക്കറിയാം ഇത് ഇങ്ങനെയാണ് ആൾക്കാർ കൺവേ ആയിട്ടുണ്ടാവുക, ഈ ഭാഗങ്ങൾ ഇങ്ങനെയാണ് പോവേണ്ടത്, അത് ഇന്റൻഷ്യലി ചെയ്തതാണെന്നാണ് അപ്പം അതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം അവർക്കറിയാം, അവർ മണ്ടന്മാരല്ല, അതങ്ങനെ അവർ ചെയ്തോളൂ, അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. അതെന്താണെന്ന് എനിക്ക് കിട്ടിയില്ല, അതാണ് പ്രശ്നം. ഇവരെന്തോ അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതിങ്ങനെയാണ് പോകുന്നതെന്ന് അവർക്ക് അറിയാം, അവർ ഇന്റൻഷ്യലി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് എനിക്ക് കാട്ടാവരാതായിട്ട് ഫീൽ ചെയ്ത് അവരവിടെ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് എനിക്ക് കിട്ടിയില്ല, അതിനുള്ള ബുദ്ധിയുള്ള പ്രശ്നം എനിക്കില്ല. ഇപ്പം മഹാവീര്യർ സിനിമ കുറേ പേർക്ക് നന്നായിട്ട് വർക്കായ സിനിമ, കുറേ പേർക്ക് അപരാധമായിട്ട് തോന്നിയ സിനിമയാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇതുപോലെ നല്ല ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഈ ക്വാർട്ടർ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തത്. എനിക്ക് സെക്കൻഡ് ഹാഫ് വർക്കായില്ല, പക്ഷേ അത് വർക്കായ ഒരുപാട് പേരുണ്ട്. അപ്പം ഇത് ഒരു കപ്പ് ഓഫ് ടീ ചോയ്സ് പരിപാടിയാണ്. എനിക്കത് തീരെ വർക്കൗട്ടായില്ല. പക്ഷെ അവർ അങ്ങനെ അത് വരുവുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയാമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അവിടെ തന്നെ മൊത്തത്തിൽ സിനിമ സറ്റയറായി പോയതുകൊണ്ടും ഇപ്പം ഒബ്ജക്റ്റിഫിക്കേഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളും കുറേ സാധനത്തിനെതിരെ അതൊന്നും അങ്ങോട്ട് ഭയങ്കര ഏച്ച് കിട്ടിയതുപോലെ ഫീൽ ചെയ്തു, ഒരു ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്തു വെച്ച പോലത്തെ ഒരു ഫീല്. അങ്ങനെ സെക്കൻഡ് ഹാഫ് പിന്നെ അങ്ങോട്ട് എനിക്ക് ഭയങ്കര കാട്ടാവരാതം പോലെയാണ് ഈ സിനിമ ഫീൽ ചെയ്തത്. പക്ഷേ അത് എൻ്റെ ഇതായിരിക്കാം, കാരണം അവരെന്തോ ഒരു സാധനം ഉദ്ദേശിച്ചിട്ടുണ്ട്, അതെനിക്ക് കിട്ടാത്തതിൻ്റെ ഇതാണ്. അല്ലാതെ അത് അവർക്കൊരു മണ്ടത്തരം പറ്റി, അബദ്ധം പറ്റി അങ്ങനെ ആക്കി വെച്ചതായിട്ട് അല്ല, അവരങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിവിടെ വന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വരാം, ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് വരാം, ചിലപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ അപരാധമായിട്ട് തോന്നും, ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ് കൊള്ളാം, എന്നെ പോലെ സെക്കൻഡ് ഹാഫ്, അതൊക്കെ ഡിപ്പെൻസ് ആണ്. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ. എന്തായാലും ഇതിനകത്തൊരു ക്രാഫ്റ്റ് ഉണ്ട്, കുറേ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ ഉടനീളം എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര കിടില സാധനമാണല്ലോ, പ്രോഡക്റ്റ് ആണല്ലോ ചെയ്തിരിക്കണമെന്നൊരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മോശം സിനിമയെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സെക്കൻഡ് ഹാഫ് ഇത്തിരി വെറുപ്പിക്കില്ലായിരുന്നു, എസ്പെഷ്യലി ദിവ്യപ്രഭ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പുള്ളിക്കാരി മാത്രമല്ല, മൊത്തത്തിൽ കഥാപാത്രങ്ങളും അതുവരെ മര്യാദയ്ക്ക് പെർഫോം ചെയ്തവരെല്ലാം ഇങ്ങനെയായി. അതങ്ങനെയാ ചെയ്തിരിക്കുന്നത്, അത് സ്റ്റേജ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിൻ്റെ വേൾഡ് ബിൽഡിങ്ങും തുടർന്നുണ്ടാകുന്ന ഡാർക്ക് ഹ്യൂമറും ആ ഒരു പോർഷനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നീട് ഈ സറ്റയർ വന്നപ്പം എനിക്കങ്ങോട്ട് സെറ്റായില്ല. പിന്നെ ജഗദീഷ് കിട്ടില്ല, ഒരു പോലീസാണ്. അവരെ തന്നെ ഇവിടെ കോസ്റ്റ്യൂം ആരുടെ ചെയ്തിരിക്കണേ, മേക്കപ്പ് അർഷദ് വർക്കല, കോസ്റ്റ്യൂം ദിവ്യ ജോബി, ഒരു കിട്ടില്ല വർക്കാണ്, നല്ല പണിയെടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയണം, ഓരോരുത്തർ കോപ്പിനൊരു, ഇപ്പം നമ്മൾ കാണുന്ന പോലീസല്ലല്ലോ, പോലീസിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ഒരു സാധനം. ജഡ്ജിക്ക് എല്ലാ ആൾക്കാരുടെ പ്രൊഫഷനും കാര്യങ്ങളും മൊത്തം മാറി, കൾച്ചറേ മാറിപ്പോയ രീതിയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ജഗദീഷ് കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വിഷ്ണു അഗസ്ത്യ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഓവർ ആക്ടിങ് ചെയ്യുന്ന സമയത്താണ് വന്നിട്ടുള്ളത്. പുള്ളിയും ആ ഓവർ ആക്ടിങ് പോലെ തന്നെ ഫീൽ ചെയ്തു. സുരേഷ് കൃഷ്ണ തുടക്കം നല്ല എൻഗേജ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. കുറേ കൗണ്ടർ സാധനങ്ങളുണ്ടായിരുന്നു. മറ്റേ വക്കീലിനെ വിളി എന്നുപോലത്തെ ആ ഒരു സിനാരിയോ അല്ല ഞാൻ പറയണേ, അതുപോലത്തെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് സിനിമയിൽ. പിന്നെ നന്ദു, ശാന്തി ബാലചന്ദ്ര, അതും ഈ വെറുപ്പി സമയത്താണ് വരുന്നത്, അതും അങ്ങനെ ആയിപ്പോയി. സിൻഷ് ഷാൻ, പിന്നെ വേറെ ആൻ ജമീല സലീം, നല്ല ഭയങ്കര ലുക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരാൾ രാഹുൽ രാജോല്, പുള്ളിയാണെന്ന് ആദ്യം മനസ്സിലാവില്ല, ഇത് ആരടാ എവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെയാണ് മനസ്സിലായി ഇത് അങ്ങേരാണെന്നുള്ളത്. അങ്ങേര് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രജിഷ വിജയൻ ഫസ്റ്റ് ഹാഫ് കിഡുമായിരുന്നു, ഒരുപാട് അഭിനയിക്കാനും പെർഫോമൻസും ഉള്ള ക്യാരക്ടറായിരുന്നു, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും എന്താണ് സംഭവിച്ചത് അതുപോലെ ഇതിൽ സംഭവിച്ചൊരു ഫീൽ. പിന്നെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി പ്രയാഗ് മുകുന്ദൻ, നല്ല വർക്ക്. മ്യൂസിക് ആൻഡ് സൗണ്ട് ഡിസൈൻ വർക്ക് ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല അറ്റ്മോസ്ഫിയറിൽ കാണുമ്പോൾ ഭയങ്കര വൈബാണ് പടം. അതുകൂടി മിക്സ് കൂടി പറഞ്ഞു, മിക്സ് ആരുടെ ജിയോ പയസ്, നല്ല വർക്ക്. അത് തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള സാധനങ്ങൾ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു എന്തിന് ഞാൻ തിയേറ്റർ വന്ന് കണ്ടു എന്നൊന്നും തോന്നിയില്ല. ഒരുപാട് ചിരിച്ച് ഒരുപാട് ഇവരുടെ ക്രിയേറ്റിവിറ്റി ആസ്വദിച്ച് ഈ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, സെക്കൻഡ് ഹാഫ് എനിക്ക് അങ്ങോട്ട് അത് വർക്കായില്ല. എന്തരാ വരട്ടെ.